നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് ജിസ്മോളെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെയും മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആത്മഹത്യയ്ക്കുപരി കൊലപാതകമാണെന്ന് സംശയിക്കുന്ന അനേകം ആളുകളുണ്ട്. ഇത്തരത്തിൽ കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള കാരണങ്ങൾ പലതാണ്. ജിസ്മോളും കുഞ്ഞുങ്ങളും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ബോഡി വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു. തന്നെയുമല്ല, ശരീരത്തിലേറ്റ മുറിപ്പാടുകൾ അനേകമുണ്ടായിരുന്നു. ബോഡി വെള്ളത്തിൽ നിന്നെടുക്കുന്ന സമയത്ത് തന്നെയും ശരീരത്തിൻ്റെ പുറകിലായിട്ട് പൊള്ളിച്ചതുപോലുള്ള പാടുകളുണ്ടായിരുന്നു. തന്നെയുമല്ല, കൈത്തണ്ടയിലെ മുറിവുകൾ, കയ്യിലുള്ള രക്തം, ഇങ്ങനെ പലവിധമായിട്ടുള്ള സംശയങ്ങൾ, തലയിൽ ഛർദിയുടെ അവശിഷ്ടങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചില സംശയങ്ങൾ ജിസ്മോളെ കൊന്ന് തള്ളിയതല്ലേ എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ജിസ്മോളുടെ പിതാവും സഹോദരനുമൊക്കെ ജിസ്മോളെ കൊലപ്പെടുത്തിയ ആളുകളെ കണ്ടെത്തുന്നതിനായിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ്. പോലീസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൂട്ടുകാരി നിഷയും രംഗത്തുണ്ട്. ഇത്തരത്തിൽ ജിസ്മോളുടെ നീതിക്ക് വേണ്ടിയിട്ട്, ആ കുഞ്ഞുങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ട് അനേകം ആളുകൾ പ്രവർത്തിക്കുന്നു. ഷൈനിക്കും കുഞ്ഞുങ്ങൾക്ക് നേരിട്ടതുപോലെയല്ല. ഷൈനിയും കുഞ്ഞുങ്ങളെയും കേസിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഒരു മനുഷ്യനുമില്ല. ഇവിടെ ജിസ്മോൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതിലേക്ക് അന്വേഷിക്കാനായിട്ട് പോലീസ് സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് പിതാവും സഹോദരനും കൂട്ടുകാരുമൊക്കെയുമുണ്ട്. ആ ജിസ്മോൾ എന്ന വ്യക്തി ഈ ലോകത്തിൽ, ആ ഭവനത്തിൽ നേരിട്ട് കൊണ്ടിരുന്നത് അത്രമാത്രം നീചകരമായിട്ടുള്ള ചില പ്രതിസന്ധികളായിരുന്നു. ഒരു ടീച്ചറിൻ്റെ വായിൽ നിന്നും കേൾക്കാൻ കൊള്ളാത്തതായിട്ടുള്ള കളറിൻ്റെ പേരിലുള്ള വേർതിരിവ് ആ വീട്ടിൽ നടന്നിരുന്നു. സാമ്പത്തികത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് ആ ഭവനത്തിൽ നടന്നിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഒരു അധ്യാപികയുടെ മനസ്സിൽ വേർതിരിവിൻ്റെ ചാലുകൾ ഒഴുക്കിയതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അത്രമാത്രം സൗന്ദര്യധാമങ്ങളായിരുന്നു ഇവരെങ്കിൽ ഇവർക്ക് മറ്റൊരു പെൺകുട്ടിയെ നോക്കാമായിരുന്നില്ലേ? ഫോട്ടോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജിസ്മോൾ എന്ന വ്യക്തിയുടെ നല്ല ചുറുചുറുക്കോടെയുള്ള പ്രകൃതം കണ്ടാലറിയാം ആ ഭവനത്തിലുള്ളവരേക്കാൾ ഭേദമായിരുന്നു ജിസ്മോൾ എന്ന്. തന്നെയുമല്ല, സൗന്ദര്യത്തിലാണോ കാര്യം? സ്വന്തം മകൻ്റെ ഭാര്യയായിട്ട് കടന്നു വരുന്ന പെൺകുട്ടിയെ ആ വീട്ടിലുള്ളവർക്ക് സ്വീകരിക്കാൻ തോന്നിയില്ല. ആ പൊന്നോമന കുഞ്ഞുങ്ങളെ അവർക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, സാമ്പത്തികത്തിൻ്റെ പേരിലും മറ്റും പലവിധമായിട്ടുള്ള പ്രതിസന്ധിയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഫോൺ പോലും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം. ഭവനത്തിലേക്കോ ഭവനത്തിലുള്ള ആളുകളെയോ കോണ്ടാക്റ്റ് ചെയ്യാൻ, കൂട്ടുകാരെയോ പോലും ഒന്ന് ബന്ധപ്പെടാൻ സാഹചര്യമില്ലാത്ത അവസ്ഥ. സ്വന്തമായി ഒരു ഓഫീസ് തുറന്നുകൊണ്ട് അതിലിരുന്ന് അല്പസമയമെങ്കിലും ആശ്വസിക്കുകയോ തനിക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം എന്ന് ചിന്തിച്ച അഡ്വക്കേറ്റ് ജിസ്മോൾ, അവിടെയും വിലങ്ങുതടികൾ അനേകമായിരുന്നു. ഒരിക്കലും ജിസ്മോൾ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് ഇഷ്ടമില്ലാതിരുന്ന ജിസ്മോളുടെ ഭവനത്തിലുള്ളവർ ജിസ്മോളെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഓരോ മരണവും, ഓരോ ഭവനങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളുമൊക്കെ തുറന്നു കാട്ടുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ ഇത്രയധികം ക്രൂരതകൾ സ്ത്രീകളോട് ചെയ്യുന്നത്? പുരുഷന്മാരുടെ ഭാര്യമാരായിട്ട് വന്നു കയറുന്ന സ്ത്രീകളെ, അവരിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് അവരുടെ കടമയല്ലേ? ഒരു പുരുഷന് സ്വന്തം വീട്ടിലൊരു സ്ഥാനവുമില്ലാതെ ഇല്ല എന്ന് തോന്നുന്നിടത്തു നിന്നല്ലേ കയറി വരുന്ന സ്ത്രീകളെയും ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നത്? സ്വന്തം ഭവനമെന്ന് തോന്നലുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യയുമൊക്കെ ജീവനതുല്യം സ്നേഹിച്ചുകൊണ്ട് സാമ്പത്തികത്തേക്കാൾ ഉപരി തമ്മിലുള്ള ഐക്യത്തോടുകൂടി ജീവിച്ചു മുന്നോട്ട് പോകാനല്ലേ ശ്രമിക്കേണ്ടത്? ഇവിടെ അഡ്വക്കേറ്റ് ജിസ്മോളെ കൊന്നു തള്ളിയത് തന്നെയാണ്. ആരോ ഭവനത്തിൽ വെച്ച് അപായപ്പെടുത്തിയതിന് ശേഷം കൊണ്ടുവന്ന് പുഴയിൽ തള്ളിയതാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഓരോ മനുഷ്യജീവൻ്റെയും ആയുസ്സെടുത്തത്, ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആയുസ്സെടുത്തത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുൻപിൽ ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുത്തുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ അതൊരു പാഠമാക്കി കൊടുക്കണം. ഷൈനിക്കും കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടുന്നതിനൊപ്പം തന്നെ ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും പ്രതീക്ഷകളോടുകൂടി ജീവിച്ച ആ മക്കൾക്ക് വേണ്ടിയിട്ട് നീതി കിട്ടണം. ഏതൊക്കെയോ കൊലപാതകികൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഭവനത്തിനുള്ളിൽ. അത് തിരിച്ചറിയാൻ സ്ത്രീകളും തയ്യാറാവണം. ഒരിക്കലും മരണത്തിന് കീഴടങ്ങാതെ സ്വന്തം ജീവിതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. സ്വന്തം കുഞ്ഞുങ്ങളുടെ മരണത്തിലേക്ക് തള്ളിവിടാതെ അവരോടൊപ്പം ജീവിച്ചു കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അന്തസ്സായേനെ. നീതി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു.